നമസ്കാരം. ഡി ഫോർമാൻ ഫിലിം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നിത്യഹരിത നായകൻ ശ്രീ പ്രേംനസീറിനെ കുറിച്ചുള്ള പ്രേംനസീർ സ്മരണ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കെവർക്കും സ്വാഗതം. ഇന്ന് പ്രേംനസീർ സ്മരണയിൽ പ്രേംനസീർ സാറിൻ്റെ 37ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് എറണാകുളം ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന പ്രേം സ്മൃതി 2026 മലയാള സിനിമയിലെ 75, 80, 85 കാലഘട്ടത്തിലൊക്കെ പ്രേക്ഷക ഹൃദയങ്ങളിൽ ദുഃഖാർത്ഥമായ അമ്മവേഷങ്ങളിലൂടെ വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന ഒരു കാലമായിരുന്നു നടി ശാന്തകുമാരിയുടെ. സംസ്ഥാന അവാർഡുകളടക്കം നിരവധി അവാർഡുകൾ ഏറ്റുവാങ്ങിയ ശ്രീ ശാന്തകുമാരി മാഡം ഇന്ന് പ്രേംനസീർ സാറിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ പങ്കുവെക്കുന്നത്. ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പേ സിനിമാ നടൻ എന്ന ലേവലിൽ കാണാൻ പോയിട്ടുണ്ട്. ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ ഒരു ടേപ്പ് റെക്കോർഡ് റേഡിയോ ഇറങ്ങിയ സമയത്ത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സിനിമാ നടനല്ലേ, ഞാൻ ഓടി കാണാനായിട്ട്. നിറച്ച് ജനങ്ങൾ കൂടി നിൽക്കുന്നതായിരുന്നു. ഞാനും എൻ്റെ ഇടയിൽ തിക്കി കയറിപ്പോയി നിന്നു. വന്നു പ്രേംനസീർ വന്നു, എല്ലാവരും കൂടി നിൽക്കും. അത്ഭുതം കൊണ്ട് എൻ്റെ കണ്ണിങ്ങനെ ഉടർന്നിരിക്കുക. ആ സമയത്തൊരു ചെറുപ്പക്കാരത്തി ചാടി കയറി വന്ന് നസീറേട്ടനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. അയ്യോ, എനിക്ക് നാണക്കേടാണ്. എന്താണ് എനിക്ക് വന്നതെന്നറിയില്ല. സങ്കടമാണോ സന്തോഷമാണോ, എനിക്ക് ദേഷ്യവും വന്നു. ഞാൻ പിന്നെ ഇനി പ്രേംനസീറിനെ കാണില്ല എന്ന് വിചാരിച്ചു. ഞാനാണ് പിന്നീട് നസീറേട്ടൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചത്. ദൈവത്തിൻ്റെ ഓരോ കളികളാണല്ല. ഇന്നും അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. ഇന്നിങ്ങനെ ഈ സ്ഥിതിയിൽ ഇവിടെ വന്ന് നിൽക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമാണ് എനിക്കുള്ളത്. ഇങ്ങനെ വിളിക്കാൻ തോന്നിയതിന് ഇതിൻ്റെ ഭാരവാഹികളോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം. മലയാള സിനിമാ രംഗത്ത് ജൈത്രയാത്ര തുടരുന്ന ശാന്തകുമാരി ചേച്ചിയെ പ്രേം സ്മൃതി ആദരവ് നൽകി ആദരിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്.